ലൂയിസ് ബ്രൗണിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ആ പേരിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ ഓർക്കും. എന്റെയൊക്കെ വളരെ ചെറുപ്പകാലത്തിലാണ് ആദ്യമായി ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബീൻ ആൻ അമേസിംഗ് ട്രാൻസിഷൻ. എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബില് ബേബി ഉണ്ടാകുന്നത്? നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ എഗ്ഗിൽ നിന്നാണ് ഉരുവാകുന്നത്. ആൻഡ് ഹൗ ബ്യൂട്ടിഫുള്ളി സയൻസ് ഹവ് ഇവോൾവ്ഡ്. ആ എഗ്ഗിനെ ഒരു ടെസ്റ്റ് ട്യൂബിലാക്കി ക്രിയേറ്റ് ചെയ്ത് ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്നു. അത് ശരിക്കും ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? Let's watch a small clip where the test tube baby itself is talking about her life. All right. Noise you'll hear plenty of in the next week or two. When I was born, I had 100 tests done on me, including my fingerprints. And they couldn't find a single thing wrong. So I've had no tests since. I've just been left to lead a normal life. Well, I think that's a natural reaction because it was the unknown. Nobody had done it before, and although they tried, so it's the unknown. I'd like to think that a lot of those religious organisations now would see the good it's done. I mean, it's created families. I mean, so many children have been born through it and that wouldn't have been born, and the joy and hope it gives people. I was 4, just before I went to school, and Mum and Dad showed the video of me being born and said I was born slightly different to everybody else. And they left it there for sort of that. They just wanted to make sure that I was aware that it was slightly different when I was born. And then the rest I picked up going through school, doing sex education, listening to Mum be interviewed. If I had any questions, I'd ask Mum and Dad and they'd answer them. Picked up the rest from that, really. സോ ഇവിടെ നമുക്ക് കേൾക്കാം ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഐ ആം ലൈക്ക് എ നോർമൽ ചൈൽഡ് ഇറ്റ്സെൽഫ്. സാധാരണയായ ഒരു കുട്ടി എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഞാനുള്ളത്. എന്റെ സ്വഭാവം, എന്റെ സ്കിൻ, എന്റെ കാഴ്ച, എന്റെ ബുദ്ധി, ഇതിലൊന്നും വ്യത്യാസമില്ല. സോ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി പവർഫുൾ എന്നുള്ളതാണ്. And why we are discussing it now here is, it is a transition from womb to term. That is all about human development. Our life span in the perspective la nokki kayinal, every stage is different. എല്ലാ വ്യക്തികളും എല്ലാ സ്റ്റേജുകളിലും കൂടെ കടന്നു പോയേ മതിയാവൂ. എന്നാൽ മാത്രമാണ് അതിനൊരു കംപ്ലീഷൻ സംഭവിക്കുകയുള്ളൂ. So today we are going to discuss about what is human development. അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? What are the different concepts that is underlying human development? Growth എന്താണ്? Development എന്താണ്? Understanding the important perspectives of it, important domains of it. Then lifespan's perspective എന്താണ്? And what are the different characteristics of it? എന്നുള്ളതാണ്. Let's see what are the different perspectives now.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗമായി പറയുന്നത് ഗ്രോത്ത് ഇസ് ഓൾവേസ് ക്വാളിറ്റേറ്റീവ് എന്നാണ്. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വി കുഡ് സീ എ ചൈൽഡ് ഗ്രോയിങ്. ഈ പറഞ്ഞ ജനിച്ചിരിക്കുന്ന ഒരു കുട്ടി ഓരോ സ്റ്റേജും ഗ്രോ ചെയ്യുന്നത് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഫിസിക്കൽ ഗ്രോത്ത് ഇസ് മെഷറബിൾ. ആ ഫിസിക്കലി ആവട്ടെ, പെർസെപ്ഷനലി ആവട്ടെ, കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ രീതിയിലാവട്ടെ ഒക്കെ ഗ്രോ ചെയ്യുന്നത് ക്യാൻ ബി മെഷേർഡ്. ആൻഡ് ഗ്രോത്ത് കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗ്രോത്ത് ഈസ് ഓൾവേസ് എ പ്രൊഡക്റ്റീവ് തിങ് ദാറ്റ് കംസ് ടുഗെദർ വിത്ത് ഡെവലപ്മെന്റ്. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് ഒരു ചൈൽഡായി, ചൈൽഡിൽ നിന്ന് അഡോളസൻസ് എത്തി, അഡോളസൻസ് നിന്ന് അഡൽട്ടിലായി, അഡൽട്ടിൽ നിന്ന് ഓൾഡ് ഏജ് എത്തി. എവറി സ്റ്റേജ് ദർ ഇസ് എ ഗ്രോത്ത്. പിന്നെയാണ് ഗ്രോത്ത് ഡിക്ലൈനേഷൻ വരുന്നത്. ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ചേഞ്ചുകളെല്ലാം സ്റ്റാറ്റിക് ആവുന്നത്. ബട്ട് വി ബിലീവ് ദാറ്റ് ഗ്രോത്ത് ഇസ് ഓൾവേസ് ക്വാണ്ടിറ്റേറ്റീവ്. It can be measured. Whereas development is always quantitative as well as qualitative. That is, without growth, development also can be done. That is all about maturation and learning, that the child learns from the environment. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവുമാണ് ക്വാളിറ്റേറ്റീവുമാണ്. It is somewhat measurable, but it is also not measurable because every environment changes. എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റിൽ വ്യത്യാസം സംഭവിക്കുന്നു. കൾച്ചർ ആവട്ടെ, നമ്മളുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകൾ ആവട്ടെ, നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ ആവട്ടെ, എവറിത്തിങ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഇൻ ദി ഡെവലപ്മെന്റ്. സോ ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആസ് വെൽ as സോഷ്യൽ ആസ്പെക്ട്സിൽ that development is taking place now. So without growth, development can occur. But along with growth, development occurs in a faster pace. It happens based on maturation as well as learning. ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ടും 4 ഏരിയാസിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുക. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ആസ് വി ഓൾ നോ. ഒരു കുട്ടി ഇതായി ജനിച്ചു വരുമ്പോ കുട്ടി ക്രോൾ ചെയ്യും, കമന്ന് വീഴും, പിന്നെ ആന നടക്കാൻ തുടങ്ങും, എണീറ്റ് നിന്ന് വാക്ക് ചെയ്യാൻ തുടങ്ങും, സ്മോൾ സ്റ്റെപ്സ് എടുക്കും, പിന്നെ റൺ ചെയ്യാൻ തുടങ്ങും, പിന്നെ അതർ ദാൻ റണ്ണിങ് ആൻഡ് വാക്കിംഗ് സ്വിമ്മിങ് പഠിക്കുന്നു, സ്കേറ്റിംഗ് പഠിക്കുന്നു. സോ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദ ചൈൽഡ് ലേൺ, ആൻഡ് ദാറ്റ് കംസ് അണ്ടർ ഡെവലപ്മെന്റ്. സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അവിടെ സംഭവിക്കുന്നു. That the child learns to engage with people, make social relationship. കോഗ്നിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും സാഹചര്യങ്ങൾ അനുസരിച്ച് ഉത്തരം പറയാനും റെസ്പോൺസ് കൊടുക്കാനും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് മനസ്സിലാവാനും അതിനനുസരിച്ച് പെരുമാറാനും എല്ലാം പഠിക്കുകയാണ്. സോ സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അവിടെ സംഭവിക്കുന്നു. തേർഡ് വൺ സോഷ്യൽ ആൻഡ് ഇമോഷണൽ. ഓഫ് കോഴ്സ് സോഷ്യൽ ഇന്ററാക്ഷൻ കൂടുന്നതനുസരിച്ച് ഇമോഷണൽ ഡെവലപ്മെന്റും വളരെ വളരെ കരുത്തായിട്ട് തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്നു. ഇമോഷണൽ ഡെവലപ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കരയുമ്പോ, ചിരിക്കുമ്പോ, ദേഷ്യം വരുമ്പോ അങ്ങനെയുള്ള ഇമോഷൻസ് മനസ്സിലാക്കി ഏത് സാഹചര്യം അനുസരിച്ചാണ് അതെല്ലാം പെരുമാറേണ്ടത് എന്നൊക്കെ ചൈൽഡ് ലേൺ ചെയ്യാണ്. സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി ആണ് പിന്നെയുള്ള ഇമ്പോർട്ടന്റ് ഡൊമൈൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? The child learns the difference between girl and a boy, difference between genders. The child themselves understand what is gender identity. Who am I എന്നുള്ള ഉത്തരത്തിലേക്ക് അവർ അഡോളസൻസ് എത്തുമ്പോഴേക്കും വരുവാണ്. And they accept their physical changes. And they learn that people are different from each other എന്നുള്ളത്. So these are the 4 important areas in development. Understanding lifespan development included ആവുന്ന certain forces ഉണ്ട്. That these forces are very important for our lifespan transition. നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേജ് കടന്നു പോയാണ് ഹ്യൂമൻ ബീങ് ഡെവലപ്പ് ചെയ്യുന്നത്. So all these forces are important. ബയോളജിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ജനറ്റികമായി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സുകളാണ്. And that decides our facial expression, our basic behavior, our physical structure,
ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ബയോളജിക്കൽ ഫോഴ്സസ് ആണ്. പിന്നെ ഉള്ളത് സൈക്കോളജിക്കൽ ഫോഴ്സസ്. ദാറ്റ് അഫക്ട്സ് അവർ പെർസെപ്ഷൻ, കോഗ്നിഷൻ, ഇന്റലിജൻസിനൊക്കെ അഫക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അതുകൊണ്ട് തന്നെ ആൻഡ് ദാറ്റ് ഡിസൈഡ്സ് നമ്മളുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ കോൺഫിഡൻസ്, നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ സൈക്കോളജിക്കൽ ഫോഴ്സസ് ആണ്. സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് ആണ് മൂന്നാമതായിട്ടുള്ളത്. നമ്മളുടെ സമൂഹവുമായുള്ള ഇന്ററാക്ഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണിത്. സൊസൈറ്റി പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബിൽഡിംഗ് അവർ ബിഹേവിയർ. ഹ്യൂമൻ ബീയിങ്ങിനെ ഷേപ്പ് ചെയ്യാനും ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യാനും സൊസൈറ്റി പ്ലേസ് എ റോൾ. ഫാമിലി, പിയേഴ്സ്, കോവർക്കേഴ്സ്, അതല്ല കൊളീഗ്സ്, ഇവരെല്ലാവരുമാണ് ഈ പറഞ്ഞ സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ്. ആൻഡ് ലൈഫ് സൈക്കിൾ ഫോഴ്സസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടും നമ്മളുടെ എക്സ്പീരിയൻസസിനെയാണ്. വി ടെൻ ടു ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ്. പലരും പലതും പറഞ്ഞു തരുമെങ്കിലും വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ദീസ് തിങ്സ്. Then only we tend to learn. So that comes under life cycle forces. Lifespan perspective എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങി എക്സ്റ്റെൻഡിങ് ഇറ്റ് ടിൽ ഡെത്ത് എന്നുള്ളതാണ്. പീരീഡ് ഓഫ് കൺസെപ്ഷൻ ടിൽ ഡെത്ത്. അപ്പൊ ഓരോ സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജിലും ട്രാൻസിഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞ ഈ ഫീൽഡിൽ ഡിഫറെന്റ് തിയറിസ്റ്റുകളാണ് ഈ സ്റ്റേജുകളെല്ലാം കുറിച്ച് പഠനം നടത്തിയിരിക്കുന്നത്. ഓരോ തിയറിസ്റ്റും ഓരോ സ്റ്റേജിന്റെ ഓരോ ഡൊമെയിനുകൾ പ്രാധാന്യം നൽകിയിട്ടായിരുന്നു ആ സ്റ്റേജുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ്, ഷോൺ പിയാഷെ, എറിക് എറിക്സൺ, വൈഗോട്സ്കി എന്ന് പറയുന്ന കുറെ തിയറിസ്റ്റുകളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈഫ് സ്പാൻ സൈക്കോളജി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ പെർസ്പെക്ടീവ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ ലൈഫ് സ്പാൻ പെർസ്പെക്ടീവില് പല തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകളുണ്ട്. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സിന് പറ്റുന്ന കുറെ കാര്യങ്ങൾ അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഡെവലപ്മെന്റ് ഇസ് ലൈഫ് ലോങ്. ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ലൈഫ് ലോങ് ആണെന്ന് പറയപ്പെടുന്നു. മൾട്ടി ഡയമെൻഷണൽ, മൾട്ടി ഡയറക്ഷണൽ, മൾട്ടി ഡിസിപ്ലിനറി. ഡെവലപ്മെന്റ് ഇസ് പ്ലാസ്റ്റിക്, കോണ്ടെക്സ്റ്റുവൽ. then normative ആയിട്ടുള്ള ഡെവലപ്മെന്റ്, നോർമേറ്റീവ് ഹിസ്റ്ററി ഇൻഫ്ലുവൻസസ് as well as non-normative ആയിട്ടുള്ള influences. Let's see each and every individual characteristics. Development is lifelong. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏജിലോ സ്റ്റേജിലോ നിന്നു പോകുന്നില്ല. ഇറ്റ് ഇസ് ലൈഫ് ലോങ്. അതാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത്. 80 വയസ്സുള്ള വൃദ്ധരായ അമ്മ പഠനം കംപ്ലീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ വളരെ സാഹസികമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്തു, ട്രക്ക് ഓടിക്കുന്നു. അപ്പൊ ഡെവലപ്മെന്റ് ഇസ് ഓൾവേസ് ലൈഫ് ലോങ്. ഇറ്റ് ഡസന്റ് സ്റ്റക്ക് ഇൻ വൺ സ്റ്റേജ്. നമ്മുടെ പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയി വരുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പാഷൻ. ഡെവലപ്മെന്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. ഫിസിക്കൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, കോഗ്നിറ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തി അവന്റെ ഹൈറ്റ് കൂടുന്നത് പോലെ തന്നെ അവന്റെ ഇന്റലിജൻസ് ആയിട്ടുള്ള കാര്യങ്ങളും വർദ്ധിക്കുന്നു. ആൻഡ് സോഷ്യൽ ആയിട്ട് അവൻ എൻഗേജ് ചെയ്യുന്ന റിലേഷൻഷിപ്സും അതല്ല അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷണൽ ബോണ്ടിങ്ങും ഡിഫറെന്റ് ആകുന്നു. സോ ഇറ്റ് ഈസ് ഓൾവേസ് മൾട്ടി ഡയമെൻഷണൽ എന്നുള്ളത് വളരെ പ്രസക്തമായുള്ള കാര്യമാണ്. ഡെവലപ്മെന്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി. അതായത് പല ഡിസിപ്ലിൻ ഫീൽഡ്സും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലൈഫ് സ്പാൻ ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അലോൺ, ബട്ട് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഫീൽഡ്സ് ടുഗെദർ ലേൺ അബൌട്ട് ഇറ്റ്. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സൈക്കോളജിക്കൽ, ഇമോഷണൽ, മോറൽ, സോഷ്യൽ എല്ലാ ഡൊമെയിൻസും ഇൻക്ലൂഡഡ് ആവുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി.
So here we could see all the important fields that has been integrated together: sociology, linguistic, anthropology, computer science, neuroscience, medicine. Everything together works with developmental studies. Development multidisciplinary ആവുന്നത് പോലെ തന്നെ multi-directionalുമാണ്. There is a decline as well as a gain. എപ്പോഴും ഒരു ഗെയിനും ഡിക്ലൈനും ഡെവലപ്മെന്റിൽ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ പ്രായം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് കുറയുകയും ക്രിസ്റ്റലൈസ് ഇന്റലിജൻസ് കൂടുകയും ചെയ്യുന്നു. എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ്. So there is always a gain as well as a decline. Profit and loss ഒരു category പോലെ തന്നെ it is wavering. Development is always plastic. Development plastic ആവുന്നത് എപ്പോഴാണ്? There is a change possible. That human beings are flexible. അതുകൊണ്ട് തന്നെയാണ് സ്ട്രോക്ക് വന്നതിന് ശേഷവും again our brain takes over the functions, lost functions and tries to implies that function into a new area. വീണ്ടും ശ്രമിക്കുന്നത്, വീണ്ടും അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. So it is always flexible. There is a change, there is a transition. Normative age graded influence എന്ന് പറയുമ്പോൾ ഒരേ ഏജിലുള്ള ഇൻഫ്ലുവൻസസ്, ഒരേ എറയിൽ താമസിക്കുന്ന, ഒരേ ക്ലാസ് റൂമിൽ താമസിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഷോസ് a similar behavior. And they tend to influence each other. Their behaviors tend to influence each other. That is also an important characteristics of lifespan development. So every stage we tend to witness such influences. Normative history graded influence എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ യുദ്ധം നടന്നിരുന്ന കാലഘട്ടത്തിൽ താമസിച്ചിരുന്നവർ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കൊക്കെ ഒരേ തരത്തിലുള്ള ചിന്താഗതികളും സ്വഭാവ സവിശേഷതകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു യുദ്ധം നടന്നപ്പോ, ഒരു ഫ്ലഡ് വന്നപ്പോ, അല്ലെങ്കിൽ ഒരു സുനാമി ഫേസ് ചെയ്തപ്പോ ഒക്കെ. So that is linked with that history, that era, and that seems to be related. So baby boomers എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആ യുദ്ധകാലത്ത് പെട്ടെന്ന് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബർത്ത് റേറ്റ് സംഭവിച്ചു. And these people tend to show a common features. അപ്പൊ that is also one of the important characteristics of lifespan development. Non-normative events ആയിരുന്നു പിന്നെ ഉള്ള ഇൻഫ്ലുവൻസ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലഡ് വരുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പേഴ്സണൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഡെഫിനറ്റ് ആയിട്ടും ദ പേഴ്സൺ ഗെറ്റ് ഷേക്കൺ ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാം കൊണ്ടും. ആൻഡ് ദാറ്റ് ലോസ് ഇസ് ബീൻ ടേക്കൺ ബൈ ദ പീപ്പിൾ ഹു ഓൾ affected by the flood. അപ്പൊ നമുക്കറിയാം 2018 ആ ഫ്ലഡ് വന്ന് വീടുകൾ നശിച്ചവര് മാത്രല്ല, അതിന്റെ ഒപ്പം എൻറ്റയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും സോറോയിങ്ങിലായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഇൻ അവർ ബിഹേവിയർ. അപ്പൊ നമ്മളുടെ സ്വഭാവം പിന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനും നമ്മൾ അതിന് എങ്ങനെ പ്രിക്കോഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന്, നെക്സ്റ്റ് ടൈം അതിനെ എങ്ങനെ കുറച്ചും കൂടി ഇമോഷണൽ ബോൾഡ്നെസ്സോടുകൂടെ ചെയ്യാൻ പറ്റും എന്നതെല്ലാം നമ്മൾ ലേൺ ചെയ്തു. So that is non-normative events. Critical and sensitive period എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടെ കാണേണ്ട ഒരു പീരീഡാണ്. അതായത് നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെയർ ടേക്കർ എന്ന് പറയുന്ന മദറാണ്. മദർ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആ കുട്ടിയെ കാര്യമായി നോക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, ഇഗ്നോർ ചെയ്യുകയാണ്. ഒബ്വിയസ്ലി ആ കുട്ടിയുടെ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു കുട്ടി വൂമ്പിലായിരിക്കുമ്പോൾ തന്നെ 6 വീക്സിനുള്ളിൽ കുട്ടിയുടെ ഇയർ, ഐസ്, നോസ് ഒക്കെ ഡെവലപ്പ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. So our time, if that mother is consuming a lot of substance abuse, there can be possibility of deformality. So critical and sensitive period is very important in development. അപ്പൊ ഈ ഒരു critical sensitive period, if the parents or the caretakers or the people around them are not giving proper attention to the child, that can harm their development. അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും സൈക്കോളജിക്കൽ ആയിട്ടും ഒക്കെ അബ്യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ അത് വളരെയധികം എഫക്ട് ചെയ്യും.
അഡൾട്ട് ആയി കഴിയുമ്പോഴും ഇമോഷണൽ സോഷ്യൽ റിലേഷൻഷിപ്സിലൊക്കെ പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി ഹയർ ആണ്. So that is why critical as well as sensitive periods are important in human development എന്ന് പറയുന്നത്. There are various important domains in human development. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഡൊമൈനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വീണ്ടും പറയപ്പെടുന്നത് ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആസ് വെൽ ആസ് സോഷ്യൽ ഡൊമൈൻസ്. ആൻഡ് വൈ ദേ ആർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ഇല്ലാതെ നമുക്കൊരു ട്രാൻസിഷൻ ഓഫ് സ്റ്റേജ് സംഭവിക്കുന്നില്ല. കോഗ്നിറ്റീവ് ആയിട്ട് ഗ്രോ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഗ്രോത്തും ഡെവലപ്മെന്റും ടുഗെദർ നടക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി 2 വയസ്സുള്ളപ്പോൾ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമായ രീതി ആയിരിക്കില്ല 12 വയസ്സിൽ, അതാവില്ല 32 yearsൽ. So cognitively the person has to change എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. And man is a social human being. So social ആയിട്ടുള്ള domains also important ആണ്. Social interactions are very much important. എന്നാൽ മാത്രമാണ് എക്സ്പീരിയൻസും എൻവയോൺമെന്റും വഴി the person tend to learn എന്നുള്ളത്. So all the 3 domains are extremely important in human development. Then only maturation and learning will occur and human being will successfully go forward from one stage to another. So importantly, ഈ entire ആയിട്ടുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് overview of human development ആണ്. What is growth? What is development? What is lifespan? What are the different important ആയിട്ടുള്ള characteristics of lifespan? അതുപോലെ തന്നെ critical sensitive പീരീഡുകൾ എന്താണ്? What are the different domains of lifespan's perspective? എന്നുള്ളതിനെല്ലാം കുറിച്ചിട്ട് we discussed in this unit. So please go through the self-learning materials, value-added notes, exampedia files, and don't forget to attempt the objective test. See you soon.